ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാം ഇപ്പം തുറന്നു കഴിഞ്ഞാൽ മണമുള്ള മുടയിൽ ചൂട് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അപരാധം ഇറങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറെ ബസ് ഡ്രൈവർമാർ ഇവന്മാര് റീൽസ് എടുക്കുകയാണ്. ബസ്സിനകത്ത് ഇളിച്ചോണ്ട് വളവ് തിരിയുമ്പോൾ ഒക്കെയുള്ള റീൽസാണ്. നമുക്കിത് കാണാം. ഇത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ആദ്യം ഇവന്മാരുടെ ഇളി കാണാം. ഈ റീല് ഇപ്പം ഈ മണമുള്ള മുടിയിച്ചോടി അത് കാണാം. കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടാ മണമുള്ള പൂനുള്ള മുടിയിൽ ചോടി വാടാ. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി. ഇവൻ എന്തിനാണ് ഈ ക്യൂട്ട്നെസ് വാരി ഇങ്ങനെ എറിയുന്നേ? എന്താ നിനക്ക് വയ്യേ? മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. മണിക്കുട്ടി നീ എന്റെ മനസ്സിൽ മുള്ളി. എടാ മോനെ, നീ ജാസിയുടെ ആരെങ്കിലും ആണോ? നിന്നെ കണ്ടിട്ട് ജാസിയെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നടാ കുട്ടാ. നീ സത്യം പറഞ്ഞ, നീ അവിടെ ആരെങ്കിലും ആണോ? നീ നോക്കിയേ, എനിക്ക് മാത്രമാണ് തോന്നിയേ. മതി മതി, തുള്ളു നിർത്ത്. കൂടുതൽ കുലിക്കല്ലേ, തുള്ളു നിർത്ത്. കണ്ട, നിന്റെ ആരെങ്കിലും ആന്നോടെ ലവൻ? മണമുള്ള പൂന്നുള്ളി മുടിയിൽ പറയിപ്പിക്കുന്നില്ല എന്നെ കൊണ്ടൊന്നും. അതേ ചിരി, അതേ മുഖം, അതേ താടി, അതേ ഫിൽട്ടർ, എല്ലാം അത് തന്നെ. ഇത് വീടിന്റെ അവസാനത്തോട്ട് വരുമ്പോഴത്തേക്ക് അതിനൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അതിലോട്ട് വരാം. മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. പഞ്ചാര ആ ഇളിയാണ് മെയിൻ. ഇളി ഇത് കണ്ടിട്ട് സൂപ്പറാ ചേട്ടായി എന്ന് പറയാനും കൊണ്ട് കുറെ എണ്ണം. തീട്ടായിസിന്റെ കാന്താരിമാരെ തട്ടിട്ട് നടക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ് കമന്റ് ബോക്സിൽ. പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. പയ്യന്മാര് നിന്നെ കണ്ട് കണ്ണ് വെക്കുമെന്നല്ലടാ മോനെ പാടിയെ. അന്നേരം നീ ഇരുന്ന് ഇളിക്കുന്നു. നീ ശരിക്കും ഇനി ജാസിയുടെ ആരിലും ആണോടെ? നീ സത്യം പറ. സംശയമാണല്ലോ. എന്തിനാ പിണക്കമെന്നോട് എന്തിനാ? അല്ല പൊന്നെ കൽബ് വേദന. ഇപ്പൊ കല്ലിലല്ല വേദന, ഇപ്പൊ കല്ലിനകത്തുള്ള വേറെ എന്തിനകത്തുള്ള വേദന. നീ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചേ? ആദ്യം താടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ താടിയൊക്കെ പോവും. ആദ്യം ചിരി ഉണ്ടായിരുന്നു, പിന്നെയും ചിരി ഉണ്ടായിരുന്നു, പിന്നെ കോലുമൊക്കെ ആയിട്ട് ഇറങ്ങും. ഇതാണോ പതിവാണോ? എടാ മോനെ, നിനക്കിപ്പോ ഒരുപാട് കാന്താരി ഫാൻസ് ഉള്ളതാണ്. അവരെ വിഷമിപ്പിക്കരുത്, മനസ്സിലായോ? തീട്ടായിസിന്റെ കാന്താരി ഫാൻസ് സഹിക്കത്തില്ല കേട്ടോ. അങ്ങനൊന്നും പാടില്ല. ആ ചിരിയാണ് മെയിൻ. ആ ചിരിക്ക് കൊടുക്കണം പൈസ. വളയ്ക്കുമ്പോ ക്യാമറ നോക്കിയ ചിരിയുണ്ട്, അതിനകത്താണ് ഇരിക്കുന്നല്ല. ഇത് വളഞ്ഞ് വരുന്നത് വരെ ആ ചിരി ഇങ്ങനെ മുഖത്തുണ്ടാവും. ക്യാമറ നോക്കി ഇങ്ങനെ ചിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ചിരിക്കുന്നില്ലേ? എടാ മോനെ, ചിരിക്കുന്നില്ലേ? പോരട്ടെ. ഇതാണ് വളയ്ക്കുന്നതിന് മുമ്പ് ചിരി, വളച്ച് കഴിഞ്ഞതിന് ശേഷം നീ റീലിന്റെ ഇടയ്ക്ക് വണ്ടി ഓടിക്കുവാണോ അതോ വണ്ടി ഓടിക്കുന്നതിനിടയിൽ റീൽ എടുക്കുവാണോ? എന്താണ് സംഭവം? എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിരിക്കാത്താണ് തീട്ടായിസിന്റെ കാന്താരീസ് വീഴുന്നത്. ചിരി എന്റെ പൊന്നെ അജാതി ചിരിയാണ് ചേട്ടന്റെ. സാധനം പിടിച്ചിട്ട് പൊന്നോ, തീട്ടായിസിന്റെ കാന്താരിമാരെ കൊണ്ട് ചിരിയും ആ ഒരു ഗിയർ ചേഞ്ച് ഇടലും ഒക്കെ ക്യൂട്ട്നെസ് വാരി തേറി കേട്ടോ ചീട്ടായിഷി. ഇനി ചേട്ടന്റെ ക്ലോസപ്പിലുള്ള ഒരു ചിരി നമുക്ക് കാണാം കേട്ടോ. ക്ലോസപ്പിലുള്ള രാവിലെ കടി കണ്ട് ഉണരുന്ന ചേട്ടൻ്റെ നന്മ. ഇതാണ് തീട്ടായിസ് ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ. ഫോട്ടോ ഒക്കെ വാൾപേപ്പർ ഫോട്ടോ തീട്ടായിസിന്റെ ഫോട്ടോ ആണെന്നാ തോന്നുന്നത് കേട്ടോ. ടാറ്റു ഒക്കെ ഉണ്ടല്ലോ. ആരാണ്? ഇത് മറ്റല്ല കുപ്പിടാണോ? കുപ്പിടാണോ അവൻ? എന്തില്ലാവട്ടെ. ഈ വളവാണ് അവൻ്റെ മെയിൻ. ആ വളവിൽ ആരും പോയി നിൽക്കല്. റീലെടുക്കുന്ന സമയമാണത്. ആ വളവിൽ ആരെങ്കിലും പോയി നിന്നാ നെഞ്ചത്തോടെ കേട്ടിറങ്ങിക്കൊണ്ട് പോകും. അന്നേരം വരുന്ന ആ ബസ്സിന്റെ സമയം ഒന്ന് നോക്കി നിർത്തിയിട്ട് ആ വളവിൽ നിന്ന് എല്ലാവരും ഒന്ന് മാറി നിന്നു കൊടുക്കണം. നമ്മുടെ തീട്ടായിക്കുട്ടന് റീലെടുക്കുക, വളച്ചോണ്ട് ചിരിച്ചോണ്ട് റീലെടുക്കാനുള്ളതാണ്. മനസ്സിലായോ? പാട്ട് തന്നെ നോക്കണേ. തന്നെത്താൻ നീ ചിരിക്ക് ചേട്ടാ, ചിരിക്കുന്നു. ചിരിക്കാത്തെന്ത്? ചിരിയടാ മോനെ. ലുക്ക മൊഞ്ചന. തീട്ടായിസിന്റെ വീഴാതിരിക്കുന്ന എങ്ങനെയാ? സമ്മതിക്കണം കേട്ടോ. എന്റെ പൊന്നോ, എത്ര കാന്താരീസിന്റെ ഉറക്കം കളഞ്ഞ ചിരിയാണെന്നറിയാമോ?
അപ്പം ഈ അപരാധമാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്. എന്തൊക്കെ ചെയ്യണം ഒന്നൊന്ന് എയറിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. റീല് പിടിക്കണം, ക്യാമറ നോക്കി ചിരിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ എക്സ്പ്രഷൻ ഉണ്ടാക്കണം, കൂട്ടിനകത്ത് വാരി എറിയണം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ റീൽ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കണം. അതാണ് മെയിൻ. റീൽ എടുക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടി ഓടിക്കുന്ന ചേട്ടനെ നിങ്ങൾ കാണാതെ പോകരുത്. റീൽ എടുക്കൽ അവൻ്റെ മെയിൻ തൊഴിൽ, വണ്ടി ഓടിക്കൽ. അതിൻ്റെ ഇടയിൽ കൂടുതൽ സൈഡ് ബിസിനസ് ആണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന പരിപാടി. അത് പറഞ്ഞേ, ഡ്രൈവിങ് ശ്രദ്ധിക്കണം, വളവ് തിരിയുന്നത് ശ്രദ്ധിക്കണം. ബസ്സിലിരിക്കുന്ന ആൾക്കാരുടെ ജീവൻ മൊത്തം ചേട്ടായിസിന്റെ ചിരിയുടെയും റീലിന്റെ ഇടയ്ക്ക് കിടക്കുക. ചേട്ടൻ മൾട്ടി ടാലന്റഡ് ആണ് ഗൈസ്, മൾട്ടി ടാലന്റഡ്. മലയാളത്തിൽ പറഞ്ഞാൽ കഴിവേറിയവനാണ്. മനസ്സിലായോ? ആ ചിരിയിൽ വീണു പോകാത്ത തീട്ടായിസിന്റെ കാന്താരിമാർ ഇപ്പൊ കേരളക്കരയിലില്ല. കാന്താരീസ് ഉള്ളി കേട്ടോ. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ ഒന്നും അല്ല ഞാൻ പറയുന്നത്, നല്ല ചേച്ചിമാരെയോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ഒന്നും അല്ല പറയുന്നത്. കുറെ അപരാധി മക്കളുണ്ട്, അവളുമാരെ പറ്റിയാണ് പറയുന്നത്. എന്റെ അടി വന്നിട്ട് ചേട്ടാശിന്റെ ചിരി കൂട്ടാ കുറച്ച് കമന്റ് ഞാൻ കാണിച്ചു തരാവേ. അത് കാണുമ്പോഴേക്കും മനസ്സിലാവും. ഒരെണ്ണം ഒരു രക്ഷയുമില്ല പൊളി. ആ പുട്ടും അല്ല, ആ പാട്ടും ആ വളക്കിലും ആ ചിരിയും ആ നോട്ടവും എന്റെ ഷാറേയും തൊണ്ട് എല്ലാം ഫേൻകൾ. ഇതൊന്നും അല്ല എന്റെ പൊന്നെ, ഇനിയുണ്ട്, ഇനി വരാൻ പോകുന്നതാണ് കമന്റ്. അടുത്തത് കണ്ടു. കണ്ണാനല്ലൂരിൽ നിന്ന് ബസ് കയറിയപ്പോൾ ഈ നിർത്താത്തയുള്ള ചിരി. നീ എന്നിട്ട് ഈ ചിരി നിർത്താറില്ലൂടെ? തുടക്കം വരെ റീലെടുക്കാണ് പരിപാടി. ചിരി കണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ചേച്ചിയുടെ ശ്രദ്ധ കിട്ടി കേട്ടോ, ചേച്ചിയുടെ ശ്രദ്ധ കിട്ടി. ഇപ്പൊ ഈ ചിരിക്ക് അഡിക്റ്റ് ആണ്. എന്റെ ചിരിക്ക് അഡിക്റ്റ്. ചേച്ചിയുടെ പേരും വിലാസം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ചേച്ചി എയറിലാണ്. ഇതളകി കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവ് കണ്ട് വീട്ടിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ ഇപ്പൊ എന്തിനാണോ എന്തോ, ഏതാണോ ആവോ ആ ഹതഭാഗ്യവൻ. ഈ ചേച്ചി, ഈ പർട്ടിക്കുലർ ചേച്ചി ഇത് മാത്രമല്ല, കമന്റ് ബോക്സിൽ കടന്ന് തീട്ടായിക്ക് വേണ്ടിയിട്ട് കടന്ന് അടിവരുണ്ടാക്കി ഗൈസ്. ഞാൻ കമന്റ് ഒന്ന് വായിക്കാം. കണ്ടേ, അതിന്റെ അടിയിൽ വേറൊരു കമന്റ് വന്നു. എന്റെ പൊന്ന് തള്ളേ, സ്വന്തം ഭർത്താവിന്റെ ചിരി നോക്കി അഡിക്റ്റ് ആവും, ഒരു പണിയുമില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്ന് കമന്റ് ഇട്ട്. അതിന്റെ അടിയിൽ അമ്മച്ചി എന്നാണ് ഉദ്ദേശിച്ചത്. അമ്മച്ചിയുടെ ഭർത്താവ് ഒന്നും അല്ലല്ലോ ആ പയ്യൻ. അമ്മച്ചിക്ക് കേറി ഇത്രയ്ക്ക് അങ്ങ് കൊള്ളാൻ. അമ്മച്ചി ആദ്യം അമ്മച്ചിയുടെ ഫോട്ടോ പ്രൊഫൈലിൽ വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള റിപ്ലൈ ആണ്. എങ്കിൽ അമ്മായിയുടെ ഭർത്താവിന് ഇങ്ങതാ, എന്നിട്ട് നീ ആ വാണ കണ്ടക്ടറുമായിട്ട് വിളിച്ചോടി പൊക്കോ. ചേച്ചി എയറിലാണ്. വേറെ കുറെ റിയാക്ട് ചെയ്യുന്ന ടീംസ് കൊടുത്ത് ഈ ചേച്ചി അലക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി പിന്നെ ഒരു കമന്റ് ഇതിന്റെ അടിയിൽ ഇട്ടു. ആ കമന്റ് ഞാൻ വായിക്കാം. ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ ഈ അക്കൗണ്ടിന്റെ കമന്റ് ബോക്സിലും എന്റെ ഇൻബോക്സിലും വന്ന് ഇതുവരെ അനാവശ്യ കമന്റുകൾ ഇട്ട ഇനി കമന്റ് ഇടാൻ ഉദ്ദേശിക്കുന്ന മുഖമില്ലാത്ത എല്ലാ വ്യക്തികളുടെയും ശ്രദ്ധയിലേക്ക്. ഇതുവരെ പറഞ്ഞതും കമന്റ് ഇട്ടതുമൊക്കെ ഇതുവരെ പറഞ്ഞ കമന്റ് ഇട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കമന്റ് റിയാക്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. വാണിംഗ് ആണേ. ഞാൻ കംപ്ലൈന്റ് ചെയ്യേണ്ട ഇടത്ത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടേ. സോ ഇനിയുള്ള കാര്യം സൈബർ സെല്ല് നോക്കിക്കോളും, ജാഗ്രത. അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത്, ഇതുവരെ കമന്റ് ഇട്ടതൊക്കെ ഓക്കെ കഴിഞ്ഞ്, ഇനി കമന്റ് ഇടുന്നവരുടെ ശ്രദ്ധയിലേക്കെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്യേണ്ടടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കമന്റ് ഇടാൻ പോകുന്ന ആൾക്കാരുടെ പേരും വിവരവും ഒക്കെ ചേച്ചി മുൻകൂട്ടി 6th സെൻസ് വെച്ച് മനസ്സിലാക്കി കംപ്ലൈന്റ് കൊടുത്തു. എന്നുവെച്ചാൽ കമന്റ് ഇടുന്നതിന് മുമ്പ് തന്നെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ചേച്ചി ഒരു കില്ലാടി തന്നെ കേട്ടോ, ചേച്ചി സമ്മതിക്കണം. അടുത്ത കമന്റ് ആണ് എന്നെ ട്രോമറ്റൈസ്ഡ് ആക്കിയത്. ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനെ അടിച്ചു കൊല്ലാൻ തോന്നുന്നത്. ജാഗ്രത ഭർത്താക്കന്മാർ, ജാഗ്രത. ഇമാതിരി അവരാതി കെട്ടിയോളുമാർ വീട്ടിലുണ്ടെങ്കിൽ തലയിൽ ഹെൽമെറ്റും വെച്ച് വീട്ടിൽ നടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഏത് സമയവും നിങ്ങളുടെ തലമണ്ടയ്ക്ക് ഒരു ഒലക്കയുടെ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപരാധിച്ചുകളെ ഒന്ന് സൂക്ഷിച്ചോ. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. തീട്ടായിസിന്റെ കാന്താരീസിന്റെ കുറുന്താളി പണി കമന്റ് സെക്ഷൻ മൊത്തം. ഈ സുന്ദരന്റെ ഒരു ആരാധികയാണ് ഞാൻ. എന്താ ഭംഗി ആ ചിരി, കുറെ ലവ്, കുറെ ഹാർട്ടർ എല്ലാം ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ മലം കവർന്ന സുന്ദരനാണ് നമ്മുടെ തീട്ടായിസ്. ചേച്ചി ആരാധികന്മാരെ കൊണ്ട് ശല്യമാണ് തീട്ടായിസിന്. ഡെയിലി ചേട്ടന്റെ വണ്ടിയിൽ കയറി ആ ചിരി കണ്ട് മലം കവരലാണ് ചേച്ചിയുടെ പണി. അപ്പം ഇങ്ങനെയുള്ള ഇനിയുണ്ട്, വേറെ ഉണ്ട്. ഈ ചേട്ടൻ മാരീഡാണോ എന്ന് ചോദിക്കാൻ ഫ്രണ്ട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു വിഷമം. കേരളത്തിലെ ആണുങ്ങൾക്ക് ഇനി ഒരു ഹെവി ലൈസൻസ് എടുക്കാതെ രക്ഷയില്ല ഗൈസ്, അല്ലാതെ പെണ്ണുകിട്ടും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപരാധികളെ കിട്ടാതിരിക്കുന്ന വേദം. എന്തിനാണ് എനക്കാലം വേദം പെണ്ണ് കിട്ടാതെ വെറുതെ നശിച്ച് നാവണ്ട കൊഞ്ഞി കന്യകനായി മരിക്കുന്നതാ. പിന്നല്ലാതെ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കോ ഈ ഒരു അപരാധം. മണമുള്ള പൂനുള്ളി ചേച്ചിയുടെ എക്സ്പ്രഷൻ കഴിക്കണം. ചേച്ചിയുടെ എക്സ്പ്രഷനാണ് മെയിൻ. മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ ചേച്ചി ശരിക്കുക കേട്ടോ എക്സ്പ്രഷൻ കണ്ടിട്ട്. മനസ്സുനുള്ളി മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി
ഉണ്ണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി ഇഷ്ടപ്പെട്ട് ടൈസിനെ കണ്ട വീഡിയോ കമന്റ് ബോക്സ് മാത്രമല്ല ഇതിന്റെ വീഡിയോസും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് ഇമാതിരി കോപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഇങ്ങനെ ഉണ്ടല്ലോ കുറെ എണ്ണം. അല്ലേലും ഈ ഡ്രൈവർമാരോട് പ്രത്യേകം ഒരു ഇഷ്ടം തന്നെയാണ്. അത് ശരിയാണ്, നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. നാട്ടിലുള്ള അമ്മച്ചിമാര് മൊത്തം കണ്ണു വെക്കലാൻ പരിപാടി കേട്ടനെ. പ്രോത്സാഹനം ഇതൊന്നുമല്ല, ഇനിയുണ്ട് പ്രോത്സാഹനം. ഈ പ്രോത്സാഹനോടൊന്ന് കണ്ടു. ഈ ഒരു ബസ്സിന്റെ മുകളിൽ എഴുതിക്കുന്നുണ്ട്, പ്രേമിച്ച് കളയരുത്, കഷ്ടപ്പെട്ട് കിട്ടിയ പണിക്കാരനാണ്. ഇതൊരു ദാരിദ്ര്യമാണെന്ന് നോക്കണേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്. പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വായി നോക്കിയിട്ടുള്ളത് ആരെന്നറിയാമോ? നമ്മുടെ നാട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറൊക്കെയാണ്. കാരണം ഇവര് കുളിച്ച് കുറിയും തൊട്ട് വലതുകാലം വെച്ച് ബസ്സിലേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ വലതുകാലം വെച്ചിട്ട് വരുന്ന കാണുമ്പോൾ തന്നെ അങ്ങ് ഒലിച്ചങ്ങ് ഇറങ്ങും. ഈ പറഞ്ഞോളുമാരുടെയൊക്കെ അങ്ങ് ഏതാണ്ട് കുളിച്ച് കുറിയും തൊട്ട്. എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയാൽ മതി. ഇതിനേക്കാളും നല്ലല്ലോ കുളിച്ച് കുറിയും തൊട്ട് അതിൻ്റെ അകത്ത് ഒരുത്തരം ഇരിപ്പുണ്ട്. അങ്ങനെ പോയി പ്രേമിക്ക്. ഡ്രൈവർമാർക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കും. ജാതി പ്രോത്സാഹനമാണ് ഗൈസ്. അപ്പൊ പിന്നെ ഇവന്മാർ ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നതിൽ അതിശയപ്പെടാനില്ല. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ഇങ്ങനെ റീലിട്ടാൽ വൈറലാകാം, കുറെ കാന്താരീസിന്റെ മലം കവരാമെന്നുള്ള ഒരു ധാരണ പൊതുവെ ഡ്രൈവർമാരുടെ ഇടയിലോട്ട് പകരുന്നു. അങ്ങനെ കുറെ അവന്മാർ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ട് റീലുമായിട്ട് വരാൻ തുടങ്ങി. സാധനം ട്രെൻഡിങ് ആണ്. മറ്റേ മലമുള്ള മുടിയിൽ ചൂടി മരിപ്പച്ച നിന്റെ മുള്ളി കവർന്നു എന്നൊക്കെ പാട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. കുറെ അവന്മാർ ഇങ്ങോട്ട് ഇറങ്ങി താണ്ട ഒരുത്തന്നാണ്ട വന്നു. മണമുള്ള പൂനുള്ളി മുടിയിൽ ഈ പാട്ട് മെയിൻ ആയിട്ട്. ഈ പാട്ട് വേണം. മണമുള്ള മുടിയിൽ ചൂടി എന്ന് പറഞ്ഞു. മോനേടെ ഇങ്ങനെ വണ്ടി പിടിച്ചിട്ട് കാര്യമില്ല, ചിരിക്കണം. ഇങ്ങനെ എക്സ്പ്രഷൻ ഇല്ല വണ്ടി പിടിച്ചിട്ട് കാര്യമില്ല, ചിരിക്കണം കേട്ടോ. ചിരിച്ചില്ലല്ലേ ശരിയാവുള്ളൂ. ചിരിയിലാണ് മെയിൻ, ചിരിക്കാത്താണ് മെയിൻ. ചിരിച്ചാ നോക്കട്ടെ. മുണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ ചെറുങ്ങനെ ഒരു ചിരിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ചിരി പോരാടാ കൂട്ടാ. ഈ ചിരി ശരിയല്ല കേട്ടോ. നിന്നെ കാന്താരീസ് നോക്കാനുള്ള സാധ്യത കുറവാ. ചിരിക്കാണ്. അത് ഇതുപോലെ ഇനിയുണ്ട്. അവന്റെ അടുത്തവൻ മണമുള്ള പൂനുള്ളി മുടി എന്താടാ മോനെ ഒരു ടവലൊക്കെ എടുത്ത് മടി വിരിച്ചിട്ടേക്കനെ? എന്താ കുഴപ്പമെന്താ? ചൂടി മണി ലാലേട്ടനാണോ തോളൊക്കെ ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് വണ്ടി പിടിക്കുക? എന്താണ് അത്? കുട്ടി നീ എന്റെ ഇവന്മാർ എന്തിനാണ് ഈ മറ്റേ ഗിയറിന്റെ ലിവറിനകത്ത് പാവാടയും കിട്ടുന്നത്? പിന്നെ ഒരു ബ്ലൗസും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് പാവാട മാത്രം ആക്കുന്ന എന്തിനാ? കണ്ടില്ലേ പാവാടയൊക്കെ ഇട്ട് നിർത്തിപ്പിച്ചേക്കുന്നു. എന്നിട്ട് വെള്ളം കുടിക്കുന്ന കുപ്പിയാണോ വണ്ടി വെച്ചേക്കുന്നത്? അല്ലല്ലോ, അങ്ങനത്തെ സാധനം കേട്ടോ. മണമുള്ള പൂനുള്ളി മോനെ ചിരിക്കണം. ലവന്റെ കൂട്ട് ആവാനാണ് ചിരിക്കണം. ചിരിയാണ് മെയിൻ. ചിരിച്ചില്ലേ പറ്റൂല കേട്ടാ. മനസ്സുനുള്ളി ചിരി നോട്ടം കണ്ട പായസം കുറി താടി നേരത്തെ പറഞ്ഞത്. എന്നാലും ഇവൻ എന്തിനാണ് ആ ടർക്കി അല്ലേ ഇത് അതെടുത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് മനസ്സിലായി. എന്താടാ മോനെ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? റീലിനല്ലേ എടുക്കുന്നത്? പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണ് വെക്കും. ഇതൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങി വിടുന്നുണ്ട്. ജോക്സ് പാട്ട് ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ആപത്താണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരാൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുത്ത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവൻ വളവ് തിരിയുന്ന സമയത്ത് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കി ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്, ക്യൂട്ട് എക്സ്പ്രഷൻ മാറി ഇടുന്നുണ്ട്, ചിരിച്ച് മറിയുന്നുണ്ട്. അവൻ ആക്ട് ചെയ്യാണ്. ഡ്രൈവ് ചെയ്യുന്നതിനിടെ അവൻ ആക്ട് ചെയ്യാണ് റീൽസിന് വേണ്ടിയിട്ട്. അന്നേരം നിന്റെ ശ്രദ്ധ എവിടെയാണ്? റോഡിലാണോ അതോ ഈ വീഡിയോയ്ക്കകത്താണോ? ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ജാഗ്രത വേണ്ട ഒരു കാര്യമാണ്. നീ ശ്രദ്ധിച്ച് ഓടിച്ചാൽ തന്നെ ഇങ്ങോട്ട് വന്ന് വണ്ടിയുമായിട്ട് കയറുന്ന നാറികളുള്ള നാടാണ്. അപ്പോഴാണ് അവൻ പാട്ട് വിട്ട് റീലും എടുത്ത് ചിരിച്ചും എക്സ്പ്രഷൻ ഓരി വിതറിക്കൊണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിന്റെ വണ്ടിയിൽ നിന്നെ വിശ്വസിച്ചിരിക്കുന്ന ഈ ആൾക്കാരുടെ ഈ യാത്രക്കാരുടെ ജീവൻ നീ എന്ത് പുല്ല് വരെയാണ് കൊടുക്കണേ? ഒരു റീലിന്റെ വില പോലും കൊടുക്കുന്നില്ലല്ലോ. അതുപോട്ടെ ഈ നടന്ന് പെഡസ്ട്രിയൻസ് ഉണ്ടല്ലോ, നടന്നു പോകുന്ന ആൾക്കാർ, അവരെ എല്ലാം കാണുന്നുണ്ടോ ഈ വളയ്ക്കുന്നതിന്റെ ചിരിക്കുന്നതിന്റെ ഇടയിൽ? ഇത് നാളെ വലിയൊരു കേസായി മാറുമ്പം ആരെങ്കിലും എവിടെങ്കിലും അപകടം പറ്റിയിട്ട് ഇതൊരു കേസായി മാറുമ്പോൾ അനുഭവിക്കും. പൊന്നുമോൻ തീരു വന്നിട്ട് ഈ ഇങ്ങനെ റീൽ ഉണ്ടാക്കി പടച്ചു വിടുന്നവന്മാര് ട്രെൻഡിങ് ആവും, വൈറലാവും. അതിന് ഇതിനേക്കാളും വലിയ മൈലേജ് അന്നേരം കിട്ടും. സോ അതുകൊണ്ട് ഈ ഒരു സാധനം ഒരു കാരണവശാലും റീല് നമുക്ക് വൈറലാക്കി ഇതെല്ലാവരെയും കൊണ്ട് എല്ലാ ഡ്രൈവർമാരെയും കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവന് ചെയ്യുന്ന കാര്യം ഇത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. നമ്മുടെ റോഡുകളിൽ ഇങ്ങനെ ചെയ്യാനുള്ള അനുവാദമില്ല. ഇഫ് ആ വണ്ടി പതിയെയാണ് മൂവ് ചെയ്യുന്നത്, ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പീഡിൽ പോലും അല്ല ആ വണ്ടി മൂവ് ചെയ്യുന്നത്, വേറൊരാളാണ് വീഡിയോ എടുക്കുന്നത്, അത് വളരെ ഫ്യൂ സെക്കൻഡ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത് എങ്കിൽ പോലും ഇത് ഇല്ലീഗലാണ്. കാര്യം നിന്റെ കോൺസെൻട്രേഷൻ റോഡിൽ നിന്ന് മാറി ഫോണിനകത്തോട്ട് വരുന്നുണ്ട്, നീ അതിനെ നോക്കി ചിരിക്കുന്നുണ്ട്, നീ ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിന്റെ കോൺസെൻട്രേഷൻ അവിടെ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമ്മുടെ നിയമം അനുവദിക്കുന്നതല്ല. ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ
വെഹിക്കിളിന്റെ ആക്ട് അനുസരിച്ചിട്ട് ഡേഞ്ചറസ് ഡ്രൈവിംഗ് സെക്ഷൻ 184 1000 തൊട്ട് 2000 വരെ ഫസ്റ്റ് ആദ്യത്തെ പിഴ കിട്ടും. റിപ്പീറ്റഡ് ആയിട്ടാണെങ്കിൽ 2000 തൊട്ട് 4000 വരെയും അല്ലെങ്കിൽ 6 മാസം ജയിലിൽ കിടക്കേണ്ടിയും വരും. കൂടാതെ ചിലപ്പം ഡ്രൈവിംഗ് ലൈസൻസും സസ്പെൻഡ് ചെയ്ത് കളയും. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഞം കിട്ടാൻ വേണ്ടി വേറെ പണിക്ക് പോകേണ്ടി വരും. സസ്പെൻഷൻ മാത്രമല്ല, നിന്റെ ബാഡ്ജ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഡ്രൈവറിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താനുള്ള സാധ്യതയുണ്ട്, ആ ബസ്സിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നീ ഏത് വണ്ടിയാണോ ഓടിക്കുന്നത് ആ വണ്ടിയുടെ ഓണറിനെതിരെയും ആക്ഷൻ എടുക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇനി നീ ആരെങ്കിലും കൊണ്ടുപോയി തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ വകുപ്പ് എല്ലാം മാറും. ഇഞ്ചറി കേസ് ആണെങ്കിൽ IPC 337, 338 ജയിലിലും കിടക്കാൻ ഫൈനും കിട്ടും. ഇനി അതൊരു ഡെത്ത് ആയിട്ട് മാറുവാണെങ്കിൽ IPC 304A 2 കൊല്ലം വരെ ജയിലിലും കിടക്കാം. പിന്നെ ഇൻഷുറൻസും കിട്ടത്തില്ല, കയ്യിൽ നിന്ന് പൈസ ഇറക്കി കൊടുക്കേണ്ടി വരും. സോ വഴിയാധാരമായി പോകും. ഇനി വേറൊരു പോസിബിലിറ്റിയോടെ ഞാൻ പറയാം. ഇപ്പൊ ഈ റീൽ എടുത്തവന്മാരൊക്കെ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ ഈ റീൽ എടുത്ത് നമ്മുടെ ഇവിടെ ടാറ്റു പിടിച്ച് ചിരിച്ചോണ്ട് ചിരി കൊടുക്കുക ചേട്ടൻ എവിടെങ്കിലും വെച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചെന്ന് വിചാരിച്ചാൽ റോഡാണ്, ചിലപ്പോൾ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും. നീ അതിന്റെ റീൽ എടുക്കുന്ന സമയം അല്ലെങ്കിൽ പോലും ആ ആക്സിഡന്റിന്റെ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ നിന്റെ ഈ റീല് വെച്ചിട്ടായിരിക്കും നിന്നെ വിലയിരുത്താൻ പോകുന്നത്. നീ റീൽ എടുത്ത് ചിരിച്ച് നീ ഫോണിൽ നോക്കി അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരുത്തനല്ലേ, അപ്പൊ പിന്നെ ഇതല്ലെങ്കിൽ അപ്പുറം വരും എന്നുള്ള രീതിയിലായിരിക്കും വാർത്ത വരാൻ പോകുന്നത്. മാത്രമല്ല ഡ്രൈവിംഗ് ക്യാബിനിൽ ഷൂട്ടിങ് അലോ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ന്യൂസാണ്, 2024 വന്ന ന്യൂസാണ്. ദ കോർട്ട് സെഡ് ദാറ്റ് vloggers filming inside the driving cabin while the vehicle is in a motion compromise the driver's concentration, posing a serious threat to road safety. അതുകൊണ്ട് ഹൈക്കോർട്ട് ഇവിടെ പറയുകയാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതിന് ആധാരമായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ. സോ നിന്റെ ഈ വീഡിയോ MVDയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിനക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. ഇത് മുൻപ് ഇവിടെ കേസായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്ന പരിപാടി നിർത്തുക. എനിക്ക് അതേ പറയാനുള്ളൂ. സീരിയസ്ലി ആളുകളുടെ ജീവിതം വെച്ചിട്ട് ഇമാതിരി അവരാണ് പടച്ചുവിടുക. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യാം. വേറെ വീഡിയോ തരാം. അപ്പൊ ശരി.